Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ദാ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇത് കർത്താവിന് നമ്മളോടുള്ള വലിയ സ്നേഹമാണ്. കാരണം ജീവിതത്തിൻ്റെ പല പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മളെ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് വിളിച്ചു ചേർത്ത് ആത്മീയ അഭിഷേകത്തിലേക്ക് നയിക്കുകയാണ്. നമുക്കിങ്ങനെ ചെയ്യാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരല്പസമയം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിച്ച് വലിയ ഒരു പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഇടങ്ങളിലാണ് വചനം അഭിഷേകമായിട്ട് മാറുന്നത്. എൻ്റെ പ്രിയരെ, ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ വലിയ ദുഃഖത്തിലായിരിക്കും, വലിയ സങ്കടകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ ഈ ശുശ്രൂഷ സമയം കർത്താവ് നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയരെ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, അഗ്നി ചിറകുള്ള ദൈവത്തിൻ്റെ ശക്തി ഈ സമയം ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ സമയം അഗ്നി ചിറകുള്ള ദൈവശക്തി ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. കൈകൾ അടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഗ്നിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. ആമേൻ, ആമേൻ. അഗ്നിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ഓ പരിശുദ്ധാത്മാവേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. കൈകൾ ഉയർത്തി നിറഞ്ഞിടുക, കവിഞ്ഞിടുക, ആമേൻ, ആമേൻ. ഹൃദയത്തിൽ വന്നിടുക. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്കും നിറഞ്ഞിടുക, ഈ സമയം തന്നെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക. പഠിക്കേ, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ആഗ്രഹിച്ചു, പരിശുദ്ധാത്മാവേ എന്റെ മേൽ നിറയട്ടെ, അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കൃപയ്ക്ക് മേൽ കൃപ നിറയട്ടെ, ഒരു പുതിയ പന്തക്കുസ്ത ഞങ്ങൾ സംഭവിക്കപ്പെടട്ടെ. ജീവിതത്തിന്റെ ഭാരങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. ഈ വചനം ശ്രവിക്കുന്നതിന്, വചനം ഫലദായകമാകുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവേ ഈ നിമിഷം ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആരാധന കർത്താവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈകളൊക്കെ കൂപ്പി ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ അടുത്ത് പ്രിയപ്പെട്ടവരോ വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ചിട്ട് അവരുടെ മുഖത്ത് നോക്കി നന്നായിട്ട് പുഞ്ചിരിച്ച് അവരിൽ ഈശോയെ കണ്ടോണ്ട് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം പറഞ്ഞ് പഠിക്കാൻ പോവാ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു സുന്ദര വചനം, അത് ഹെബ്രായ ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ്, അതിൻ്റെ 4-ാം അധ്യായം 15-ഉം 16. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-16. നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത് 15-ാം തിരുവചനമാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15. നമുക്ക് ഒരുമിച്ച് വായിക്കാം. വചനം ഇങ്ങനെയാണ്: നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ഈ വചനം ഒരിക്കൽ കൂടെ വായിക്കാം. നമ്മുടെ ബലഹീനതകളിൽ
നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ അനേക ബലഹീനതകളുടെ സംഘർഷാനുഭവങ്ങളിലാണ് നമ്മളിൽ പലരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തെങ്കിലും ബലഹീനത നിങ്ങൾക്കുണ്ടോ? ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, ബലഹീനതകളെ ഉള്ളൂ അല്ലേ? എന്തോരം കുറവുകളാണ് നമുക്കുള്ളത്. ഇന്നത്തെ തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ ബലഹീനതയിൽ നമ്മളോടൊത്ത് സഹതപിക്കുന്ന ഒരു ദൈവം. നമ്മുടെ കുറവിൽ, നമ്മുടെ ബലഹീനതയിൽ നമ്മളോടൊപ്പം സഹതപിക്കുന്ന ഒരുവൻ, അതാണ് നമ്മുടെ യേശു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 6 വചനം പറയുന്നു, നാം ബലഹീനരായിരിക്കെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്കു വേണ്ടി മരിച്ചു. ഒന്നും കൂടെ വായിക്കാം, ശ്രദ്ധിച്ചേ. നാം ബലഹീനരായിരിക്കെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്കു വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി യേശു മരിച്ചു. പ്രിയപ്പെട്ടവരെ, പലവിധ ബലഹീനതകളിൽ വല്ലാണ്ട് വിഷമിക്കുന്നവരാണ് നമ്മിൽ പലരും. ചില പാപങ്ങൾ എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറുന്നില്ല എന്ന് ഭാരമില്ലേ? ചില ബലഹീനതകൾ പെട്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നശിച്ചുവെന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ ഇതാ ഈശോ നിനക്ക് നൽകുന്ന വലിയ വാഗ്ദാനം. നീ ബലഹീനതകളിൽ പെട്ട് നശിക്കേണ്ട വ്യക്തിയല്ല. ഇതാ നിന്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബലഹീനതകൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കുള്ള കുറവ് നമ്മൾ അംഗീകരിക്കണം. നമ്മുടെയൊക്കെ സ്വഭാവം മിക്കവാറും എന്താണെന്നറിയാവോ? നമ്മുടെ കുറവുകളെ ഒരു അഭിമാനമായി ചിലപ്പോൾ നമുക്ക് കൊണ്ടു നടക്കും അല്ലേ? നാള് ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ആ ഇടവകയിൽ തന്നെയുള്ള ഒരു വൈദികൻ എന്നോട് പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ ഈ നാട്ടിൽ വിദ്യാഭ്യാസം കുറവുള്ളവർ ഒത്തിരി പേരുണ്ട്. ഒത്തിരിയേറെ കുറവുകൾ, പാപ അവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. എന്നാൽ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത, ഈ കുറവ് ഇതൊരു അലങ്കാരമായും അഭിമാനമായും കൊണ്ടു നടക്കുന്നവരാണ് കൂടുതലും പേരും. അപ്പം അച്ഛാ, ധ്യാനിപ്പിക്കുമ്പോൾ അച്ഛന് ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിന്റെ കുറവ്, നിന്റെ ബലഹീനത നീ ഒരു അലങ്കാരമായും അഭിമാനമായും കൊണ്ടു നടക്കുവാണോ? അങ്ങനെയാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. കാരണം എന്താ? അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കുമ്പോൾ തന്നെ അതിൽ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന വളരെ സുപ്രധാനമായൊരു വചനമുണ്ടല്ലോ, നമുക്ക് പരിചയമുള്ളതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ പുസ്തകം, 2-ാം പുസ്തകം, അതിൻ്റെ 11:30, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 11 വേഴ്സ് 30, എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. കണ്ടോ? പൗലോസ് ശ്ലീഹ പറയുക, എൻ്റെ ബലഹീനതകൾ ഞാൻ അംഗീകരിക്കുന്നു. ഈ കുറവുകളിലാണ് എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നത്. എൻ്റെ കുറവുകളിൽ കർത്താവ് എനിക്ക് ബലം നൽകി എന്നെ ശക്തിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം കുറവുകളുണ്ടെങ്കിലും, എന്തെല്ലാം ബലഹീനതകളുണ്ടെങ്കിലും, ഇതാ ദൈവം നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നാളുകൾക്ക് മുമ്പ് ഒരു സെമിനാരിയിൽ ചെന്ന് ധ്യാനിപ്പിക്കുമ്പോൾ ഒരു ബ്രദർ വൈദിക പട്ടത്തോടെ അടുത്തിരിക്കുക, വലിയ ആഗ്രഹത്തോടുകൂടെ സെമിനാരിയിൽ വന്ന ബ്രദറാണ്. ഈ ഷമ്മാച്ചൻ പറയുകയാണ്, അച്ഛാ, എനിക്കൊരു നല്ല വൈദികനാകാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അച്ഛാ, എനിക്ക് അമിതമായ ദേഷ്യ സ്വഭാവമാണ്.
അമിതമായ ദേഷ്യ സ്വഭാവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സ്വഭാവ രീതികളൊന്ന് ചിന്തിച്ചേ. പലതരം കുറവുകൾ നമുക്കില്ലേ? ഈ കുറവുകൾ ഉണ്ടെന്നോർത്തുകൊണ്ട് നിന്നെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ലെന്ന്. ഈ കുറവുകളോടുകൂടെ തന്നെയാണ് ദൈവം നിന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുന്നത്. ആ ചെമ്മാച്ചൻ തൻ്റെ ജീവിതത്തിൽ ദൈവികമായ ശക്തി തിരിച്ചറിയാൻ തുടങ്ങുന്നതോടുകൂടി സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയണം, നിന്റെ ജീവിതത്തിലെ ഏതെല്ലാം കുറവുകളുണ്ടോ ആ കുറവിൽ സർവശക്തനായ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നീ കുറവിനെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഈ കുറവിനെ അനുഗ്രഹമാക്കു മാറ്റുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. വലതുകര ഉള്ളവർ വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് അടുത്ത വചനം ഒന്ന് വായിച്ചേ. വിശുദ്ധ പൗലോസ് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 16 വചനം പറയുന്നു, ആയതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ആയതിനാൽ വേണ്ട സമയത്ത്, ശ്രദ്ധിക്കണം, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. വേണ്ട സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ബലഹീനത വെളിപ്പെടുന്ന സമയം, അതാണ് വേണ്ട സമയം. ആ സമയത്ത് ദൈവത്തിൻ്റെ കരുണ അതിൽ പ്രകടമാവണം. അപ്പം നമ്മുടെ ബലഹീനതയെ ദൈവം അനുഗ്രഹമാക്കി ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 26-ാം അധ്യായം 2-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 26 വേഴ്സ് 2. ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു. കണ്ടോ, ബലഹീനമായ കരങ്ങളെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ വീട്ടിലും ചുറ്റുവട്ടത്തൊക്കെ ഇതുപോലെയുള്ളവരുണ്ടാവും. ചിലർക്ക് കഴിവില്ല, അല്ലേ? ചിലപ്പോൾ വീട്ടിലൊക്കെ പറയത്തില്ല, നിന്നെ എന്തിനു കൊള്ളാം, ചുക്കിനും ചുണ്ണാമ്പിന് പോലും കൊള്ളത്തില്ല, അല്ലേ? നിന്നെ 10 പൈസയ്ക്ക് ഗുണമില്ല, നിനക്കൊക്കെ നീ എന്തിനാണ് ഈ ഭൂമി ജീവിച്ചിരിക്കുന്നത്, നീ ഒരു ഭാരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ മനുഷ്യർ തള്ളിക്കളയും, നിന്റെ കുറവുകളെ കണ്ട് മനുഷ്യർ തള്ളിക്കളയും. എന്നാൽ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. നിന്റെ ബലഹീനതയിലാണ് ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്നത്. വേണ്ട സമയത്ത്, അങ്ങനെയാണ് ഹെബ്രായ ലേഖനം പറയുന്നത്, വേണ്ട സമയത്ത് നിന്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരുണ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വായിച്ചു ധ്യാനിക്കാൻ പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 12-ാം തിരുവചനം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 11 വേഴ്സ് 12. നല്ല സുന്ദരമായ വചനമാണ്. വചനം ഇങ്ങനെയാണ്, വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. ശ്രദ്ധിച്ചോ വചനം? എന്താ വചനം പഠിപ്പിക്കുന്നത്? വേറെ ചിലർ മന്ദഗതിക്കാര്, ബലഹീനര്, ദയനീയാവസ്ഥയിലാണ്, സഹായാർത്ഥികളാണ്. മന്ദഗതിക്കാര്, ബലഹീനര്, മറ്റുള്ളവരുടെ മുമ്പിൽ സഹായം തേടി നടക്കുന്നവരാണ്. എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം, എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില മേഖലകൾ മന്ദഗതി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കുന്നു, മറ്റുള്ളവരുടെ കരുണ കൊണ്ട് ജീവിക്കുന്നു. നമുക്ക് നമ്മൾ തന്നെ കഴിവില്ലായിരിക്കാം. എന്നാൽ കർത്താവ് നമ്മളെ ആ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സുന്ദരമായ ഒരു സംഭവമുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി ഇടവകൾ തോറും നടന്ന ശുശ്രൂഷയാണല്ലോ പോപ്പുലർ മിഷൻ. അപ്പം അതിനുവേണ്ടി ഒരിടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ വീട് സന്ദർശനം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു അമ്മ തൻ്റെ മകനെ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ മകൻ ഒരു പാവ അച്ഛാ, അതിന് മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഇടിച്ചു നിന്നുകൊണ്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഇതിനെപ്പോഴും കളിയാക്കും.
അച്ഛാ അതിനൊന്നും ഒരു കഴിവില്ല അച്ഛാ, ഒരു കഴിവില്ല. അമ്മ ഉദ്ദേശം എന്നാന്നറിയാവോ? മന്ദഗതിക്കാരനായ മകൻ. ഇവൻ എന്നാ ചെയ്യും? ഇവൻ അതിനുള്ള കഴിവില്ല, ഇവൻ ഒന്നിനൊരു പാങ്ങില്ല. അങ്ങനെ അമ്മ പറഞ്ഞത്. ഇവൻ അതിനുള്ള ഒരു കഴിവൊന്നുമില്ല അച്ഛാ, മറ്റുള്ളവരെ പോലെ ഇവൻ എങ്ങനെ ജീവിക്കും അച്ഛാ, എങ്ങനെ ജീവിക്കും? അമ്മയുടെ വലിയ സങ്കടം. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡൽഹി ധ്യാന മന്ദിരത്തിൽ ഈ അമ്മ മകനെയും കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങളെ അറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല അച്ഛാ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ അന്ന് ഈ മകനെയാണ് ഞാൻ മുമ്പിൽ നിർത്തിയത്. ഈ മകന് ഇവനൊരു മന്ദഗതിയായിരുന്നു, ഇവൻ ഒന്നിനൊരു ഉന്മേഷമില്ലാത്തവനായിരുന്നു, മറ്റുള്ളവരെ പോലെ പഠിക്കത്തൊന്നും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവ് ഇവനിൽ ഇടപെട്ടച്ചാ, ഇവൻ്റെ സ്വഭാവ രീതികൾ മാറി. പിന്നീട് നല്ലപോലെ പ്രാർത്ഥനയൊക്കെ വന്നതോടുകൂടി ഇവൻ്റെ സ്വഭാവ രീതികൾ മാറി. അച്ഛാ ഇപ്പോൾ ഡൽഹിയിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു വലിയ ജോലി കിട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറി വന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ധ്യാന കേന്ദ്രമുണ്ടെന്നറിഞ്ഞ് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ അച്ഛനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, എങ്ങനെ കിടന്നാന്നറിയോ? അമ്മ മകനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടതാ. മന്ദഗതിക്കാരൻ, കഴിവില്ല, മറ്റുള്ളവരെ പോലെ ഒന്നും ചെയ്യാനുള്ള ശേഷിയില്ല. ദേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, മറ്റുള്ളവരെ പോലെ കഴിവില്ല, ഗുണമില്ല, എനിക്കൊന്നിനും ഒരു പാങ്ങില്ലെന്ന് ചിന്തിച്ചാൽ നിന്നിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. 1-2 വചനം പറഞ്ഞു തരാം, അത് എഴുതിയെടുത്ത് പഠിച്ചോണം. യെശയ്യായുടെ പ്രവചനം 35-ാം അധ്യായം 3-ാം തിരുവചനം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. കർത്താവ് പഠിപ്പിക്കുക, ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം തിരുവചനം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 17. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് എന്താ പഠിപ്പിക്കുന്നത്? 2 കൊരിന്തോസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ബലഹീനനാണോ, ബലഹീനയാണോ, ഇതാ ദൈവം നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് വിജയിച്ചവരുടെ പുസ്തകമാണ്. അല്ല, തോറ്റവരുടെ, ജീവിതത്തിൽ പരാജയപ്പെട്ടവരുടെ അനുഭവമാണ്. ഇതാ ദൈവം നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. അബ്രാഹത്തിലും മോശയിലും ദാവീദിലും സാംസണിലും ഒക്കെ പ്രവർത്തിച്ച ദൈവം, പത്രോസിലും മത്തായിലും യോഹന്നാനിലും പ്രവർത്തിച്ച ദൈവം, എൻ്റെ ദൈവമേ ഈ ശക്തി ഈ ദൈവജനത്തിൽ നിറയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ തുടർന്നുള്ള ആരാധന സമയത്ത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പോവാണ്. നമ്മുടെ ബലഹീനതകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം തിരുവചനം നമ്മിൽ സംഭവിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. ആരാധന സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. 2
കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് പരിശുദ്ധനാകുന്നു. ആരാധന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നമ്മളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി വലിയ ദൈവാനുഗ്രഹം സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. പല വഴികളിലും വിധങ്ങളിലും നമുക്ക് ബലഹീനതകളുണ്ട്. എന്നാൽ ഈ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയാണ്, നമ്മൾ വിശുദ്ധീകരിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ചൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഏത് മേഖലയിലാണ് നീ ബലഹീനയായിരിക്കുന്നത്? ആവർത്തിച്ച് കുമ്പസാരങ്ങൾ പറയുന്ന പാപമേഖല എന്താണ്? ഒരുപക്ഷെ ചില പാപ സാഹചര്യങ്ങൾ ചെറുപ്പകാലം മുതൽ നിന്നെ പിടികൂടിയിട്ടുണ്ടാവും. പാരമ്പര്യമായിട്ട് നിന്റെ ഉള്ളിലുണ്ടാവും. ചില കൂട്ടുകെട്ടുകൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. ഇതാ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ അതെല്ലാം സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബലഹീനതകളും കുറവുകളും എനിക്കുണ്ട്, അതെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. തുടർന്ന് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ ബലഹീനതകളെല്ലാം സമർപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാവ് ആ വിഷയങ്ങളിൽ ഏറ്റെടുക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ചിലപ്പോൾ അനേക തരത്തിലുള്ള ഭാരത്തിൽപ്പെട്ട വ്യക്തിയാവും. കഴിവില്ലാത്തവരെന്ന്, ഗുണമില്ലാത്തവരെന്ന് നാട്ടുകാരോ വീട്ടുകാരോ പറഞ്ഞിട്ടുണ്ടാവും. നിന്റെ കൂടെ ആരും ഉണ്ടായിരിക്കില്ല. എന്നാൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് അതിശക്തമായിട്ട് പ്രവർത്തിക്കണമേ. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി. യേശുവേ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നു. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ഈ സമയത്ത് നീ ഏറ്റെടുക്കുക. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം നീ വിശ്വസിക്കുക. എൻ്റെ ബലഹീനതകളിൽ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു, എന്നെ ബലപ്പെടുത്തുന്നു, എന്നെ വിശുദ്ധീകരിക്കുന്നു. ആ വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും